നമസ്കാരം, എല്ലാവർക്കും ആമീസ് ഫുഡ് കോർട്ടിലേക്ക് സ്വാഗതം. അപ്പം ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് വളരെ ഈസിയും വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചോക്ലേറ്റ് കപ്പ് കേക്കിന്റെ റെസിപ്പിയാണ്. വളരെ സോഫ്റ്റും വളരെ മോയ്സ്റ്റ് ആയിട്ടുള്ള ഒരു അടിപൊളി റെസിപ്പിയാണ് കേട്ടോ. അപ്പം ഇത് നമ്മൾ ഓവനൊന്നും ഉപയോഗിക്കുന്നില്ല, അതേപോലെ ബട്ടർ ബീറ്റർ ഒന്നും യൂസ് ചെയ്യുന്നില്ല. വളരെ ഈസിയാണ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്, അതേപോലെ നല്ല സോഫ്റ്റും ആണ്. അപ്പം ഇതെങ്ങനെയാണ് നമുക്ക് ഉണ്ടാക്കുന്നതെന്നും കൂടി നോക്കാം. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ കപ്പ് കേക്കിലേക്ക് വേണ്ടിയിട്ടുള്ള പഞ്ചസാര ഒന്ന് പൊടിച്ചെടുക്കാം. ഞാനിപ്പോൾ 1 കപ്പ് അളവിൽ പഞ്ചസാരയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ 240 ml കപ്പിലാണ് എടുത്തിരിക്കുന്നത്. 1 കപ്പ് കറക്റ്റായിട്ട് അളന്നെടുത്തിരിക്കുന്നതാണ് കേട്ടോ. ആ ഒരു കപ്പിൽ തന്നെയാണ് ഞാൻ മൈദയും അളന്നെടുത്തിരിക്കുന്നത്. അപ്പോൾ അത് നല്ല പോലെ നമുക്കൊന്ന് പൊടിച്ചു കൊണ്ടുവരാം. കണ്ടില്ലേ? ഇനി ഇതൊരു സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. അപ്പോൾ നമ്മൾ ബാറ്റർ റെഡിയാക്കാൻ തുടങ്ങുന്നതിനേക്കാൾ മുമ്പായിട്ട് തന്നെ നമുക്കൊന്ന് നമ്മുടെ ഓവൻ സെറ്റപ്പ് ഒന്ന് പ്രീ ഹീറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതേപോലെ ഒരു ഡവർ എടുത്തിട്ടുണ്ട്. അതിൻ്റെ ഉള്ളിൽ ഒരു ചെറിയ റിങ് ഇറക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കൊരു 5 മിനിറ്റ് മൂടി വെച്ച് പ്രീ ഹീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ നമുക്ക് നമ്മുടെ കപ്പ് കേക്കിനുള്ള ബാറ്റർ റെഡിയാക്കി എടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതേപോലത്തെ ഒരു സ്റ്റീലിന്റെ പാത്രമാണ് എടുത്തിരിക്കുന്നത്. നല്ല ക്ലീൻ ആയിട്ടുള്ളതായിരിക്കണം. അതേപോലെ ഒട്ടും വെള്ളവും പാടില്ല പാത്രത്തിൽ, അത് പ്രത്യേകം ശ്രദ്ധിക്കാം. അതിലേക്ക് ഒരു അരിപ്പ ഇറക്കി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് എടുത്തിരിക്കുന്നത് 1.25 കപ്പ് അളവിൽ മൈദപ്പൊടിയാണ്. അത് കറക്റ്റായിട്ട് അളന്നെടുക്കുക. ഞാനിപ്പോൾ 240 ml കപ്പാണ് 1 കപ്പ് എന്ന് പറയുന്നത്. അതിൽ 1.25 കപ്പ് അളവിൽ മൈദപ്പൊടി എടുത്തിട്ടുണ്ട്. അത് നമുക്ക് അരിപ്പയിലേക്ക് ഇട്ട് കൊടുക്കാം. അതേപോലെ തന്നെ ഇതിലേക്ക് ഇനി നമ്മൾ ചേർക്കുന്നത് കൊക്കോ പൗഡർ ആണ്. ഞാനിപ്പോൾ നല്ല ഡാർക്ക് കൊക്കോ പൗഡർ ഒരു 1/4 കപ്പാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. അപ്പോൾ മൊത്തത്തിൽ ഫ്ലോർ ഒരു 2 കപ്പ് വേണം. അപ്പോൾ അതിന് കണക്കാക്കിയിട്ട് നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്ത് എടുക്കാം കേട്ടോ. അപ്പോൾ നല്ല ഡാർക്ക് കളർ തന്നെ കൊക്കോ പൗഡർ എടുക്കാൻ ശ്രദ്ധിക്കാം. അതേപോലെ നമ്മൾ ഇതിലേക്ക് ബേക്കിംഗ് പൗഡർ ചേർക്കുന്നില്ല, ബേക്കിംഗ് സോഡയാണ് ചേർക്കുന്നത്. 1 ടീസ്പൂൺ അളവിൽ ബേക്കിംഗ് സോഡ ചേർത്തിട്ടുണ്ട്. അതേപോലെ 1/2 ടീസ്പൂൺ അളവിൽ ഉപ്പും കൂടി ചേർത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പഞ്ചസാര പൊടിച്ചത്, നമ്മൾ നേരത്തെ പൊടിച്ചതുണ്ടല്ലോ, അത് ചേർത്ത് കൊടുക്കാം. അപ്പൊ കുറേശ്ശെ ചേർത്ത് കൊടുത്താൽ മതിയായിരുന്നു. ഞാൻ അങ്ങ് ഇട്ടപ്പോൾ കുറച്ച് കൂടുതൽ വീണ് പോയപ്പോൾ അരിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. അപ്പൊ നിങ്ങളിത് കുറേശ്ശെ ചേർത്തിട്ട് നല്ല പോലെ ഇതങ്ങ് അരിച്ചെടുക്കാട്ടോ. ഇപ്പൊ പൊടികളൊക്കെ നല്ല പോലെ ഞാൻ അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതേപോലെ ഒരു വിസ്ക് വെച്ചിട്ട് നല്ല പോലെ ഇതങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പൊ എല്ലാ ഭാഗത്തേക്കും ഒരുപോലെ എല്ലാ ഇൻഗ്രീഡിയൻസും ഒന്ന് മിക്സ് ആക്കി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അതിനുശേഷം ഒരു കയ്യിലോ അല്ലെങ്കിൽ ഒരു സ്പൂൺ വെച്ചിട്ട് ഇതേപോലെ നടുക്കത്ത് എന്ന് കുറച്ച് പൊടി സൈഡിലേക്ക് ഒന്ന് വകഞ്ഞ് കൊടുത്തിട്ട് നടുക്കൊരു കുഴി പോലെ ആക്കി എടുക്കാം. ഇതിലേക്ക് ബാക്കി ഇൻഗ്രീഡിയൻസ് ഒക്കെ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ 1 കോഴിമുട്ടയാണ് എടുത്തിരിക്കുന്നത്, ഒരു മീഡിയം സൈസിലുള്ളത്. അത് നമുക്ക് ഇതിന്റെ നടുക്കത്തേക്കായിട്ടങ്ങ് പൊട്ടിച്ചു വെച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ എല്ലാ ഇൻഗ്രീഡിയൻസും എടുക്കുമ്പോൾ റൂം ടെമ്പറേച്ചറിലായിരിക്കാം, പ്രത്യേകം ശ്രദ്ധിക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ഓയിൽ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ബട്ടർ ചേർത്ത് കൊടുക്കാം കേട്ടോ. മെൽറ്റ് ചെയ്തിട്ട് ഈ ഒരു അളവിൽ ചേർത്ത് കൊടുത്താൽ മതിയാകും. ഞാനിപ്പോൾ 1/3 കപ്പാണ് ഓയിൽ, സൺഫ്ലവർ ഓയിലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. നമ്മൾ മെഷർമെന്റ് കപ്പിൽ 1/3 കപ്പ് എന്ന് പറഞ്ഞ ഒരു കപ്പ് ഉണ്ട്. അപ്പൊ അത് നോക്കി അതിൽ അളന്നൊഴിച്ചാലും മതിയാകും. ടേബിൾ സ്പൂൺ കണക്ക് പറയുകയാണെങ്കിൽ ഒരു 10 ടേബിൾ സ്പൂൺ പ്ലസ് ഒരു 3/4 ടേബിൾ സ്പൂൺ അളവിൽ ചേർത്ത് കൊടുത്താൽ മതി. അതേപോലെ 1 ടേബിൾ സ്പൂൺ അളവിൽ വിനീഗർ ചേർത്ത് കൊടുക്കാം. പിന്നെ നോർമൽ വാട്ടർ ആണ് 1 കപ്പ് അളവിൽ, അതായത് 240 ml കപ്പിൽ അളന്ന് വെച്ചിരുന്നതാണ്. അത് 1 കപ്പ് ചേർത്ത് കൊടുക്കാം. ചൂടുവെള്ളം അതേപോലെ ഒരുപാട് തണുത്ത വെള്ളവും ചേർത്ത് കൊടുക്കരുത്. പിന്നെ ഇതിലേക്ക് 1 ടീസ്പൂൺ അളവില് വാനില എസൻസ് ആണ് കേട്ടോ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇൻസ്റ്റന്റ് കോഫി പൗഡർ ഒക്കെ ചേർത്ത് കൊടുത്താൽ വേറൊരു ഫ്ലേവറിൽ കിട്ടും. അപ്പൊ ഞാനിപ്പോൾ വാനില എസൻസ് ആണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. എന്നിട്ട് നമ്മൾ ആദ്യം തന്നെ ഈ നടുക്കത്തെ ആ ലിക്വിഡ് ആയിട്ടുള്ള ഭാഗം ആദ്യം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം പൊടിയായിട്ട് ഇങ്ങനെ ഒരു വിസ്ക് വെച്ചിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് എല്ലാ ഭാഗത്തേക്കും നല്ല പോലെ മിക്സ് ആയി കിട്ടും. ഇനി ഇതിലേക്ക് നമ്മൾ എക്സ്ട്രാ വെള്ളം ഒന്നും ചേർത്ത് കൊടുക്കില്ല. ഇപ്പൊ കുറച്ച് ഡ്രൈ ആയിട്ട് ഇരിക്കുന്ന പോലെ തോന്നും, പക്ഷെ ഇത് നല്ല പോലെ മിക്സ് ആയിട്ട് ഇരിക്കുമ്പോൾ നമുക്ക് കറക്റ്റ് കൺസിസ്റ്റൻസിയിൽ കിട്ടുകയും ചെയ്യും. അപ്പൊ ഇത് ഒരുപാട് പ്രഷറിൽ ഒരുപാട് കുത്തി ഇളക്കരുത്, പതുക്കെ ഇങ്ങനെ ഇളക്കി നല്ല പോലെ ഇതങ്ങ് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ബാറ്റർ ഞാനിപ്പോൾ നല്ല പോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, ഒട്ടും കട്ടകളില്ലാതെ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതാ പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ നമ്മുടെ ബാറ്റർ. ഇനി ഇത് നമുക്ക് മോൾഡിലേക്ക് ഒഴിച്ചിട്ട് ബേക്ക് ചെയ്യേണ്ട ആവശ്യമേ ഉള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് മോൾഡൊക്കെ ഒന്ന് സെറ്റ് ചെയ്തെടുക്കാം.
അപ്പോൾ നമുക്ക് കപ്പ് കേക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതേപോലെ പേപ്പർ കപ്സ് ആണ് ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതൊരു കേക്ക് ടിന്നിലേക്ക് ഞാൻ ഇതേപോലെ 4 എണ്ണം ഇറക്കി വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ബാറ്റർ ഞാനിപ്പോൾ ഒരു ഗ്ലാസ്സിലേക്ക് മാറ്റിയിട്ടുണ്ട്. അത് ഒഴിക്കാൻ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ്. അത് നമുക്ക് നമ്മുടെ കപ്പിന്റെ ഒരു അരഭാഗത്തോളം നമ്മൾ ഒഴിച്ചു കൊടുക്കാം. ഒരുപാട് കൂടി പോകണ്ട, അങ്ങനെയാണെങ്കിൽ ഇത് മുകളിലേക്ക് വന്നിട്ട് പൊട്ടിപ്പോവാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇത് ഒരു അരഭാഗത്തോളം ഒഴിച്ചിട്ട് നമുക്കിത് ബേക്ക് ചെയ്യാൻ വെക്കാം. അപ്പോൾ നമ്മൾ എടുത്തിരിക്കുന്ന പാത്രം ചെറുതായതുകൊണ്ട് തന്നെ നമുക്ക് അധികം ഒറ്റയടിക്ക് വെക്കാൻ പറ്റില്ല. അപ്പോൾ ഞാൻ 2 അടുപ്പിലും അറ്റ് എ ടൈം 2 പാത്രം വെച്ചിട്ടാണ് ബേക്ക് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇത് നല്ല പോലെ ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. എയർ ബബിൾസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ പോയി കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇനി ഇത് ബേക്ക് ചെയ്യാം. ഇനി നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന നമ്മൾ പ്രീ ഹീറ്റ് ചെയ്ത നമ്മുടെ ഓവൻ സെറ്റപ്പിലേക്ക് നമ്മുടെ കപ്പുകളെ ഇറക്കി വെക്കാം. അപ്പോൾ കൈ പൊള്ളാതെ സൂക്ഷിച്ച് ഇറക്കി വെക്കാം കേട്ടോ. ഇനി ഇത് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെയാണ് നമ്മൾ ബേക്ക് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇത് മൂടി വെച്ചിട്ട് മെല്ലെ നല്ല മൂടി വെക്കാം. എന്നിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 18 മുതൽ 20 മിനിറ്റ് വരെ എടുക്കും. അപ്പോൾ ഓരോരുത്തരുടെ ഫ്ലെയിമിനനുസരിച്ച് ചിലപ്പോൾ സമയത്തിൽ വ്യത്യാസം വരാം. നല്ല കേക്കിന്റെ സ്മെല്ല് വന്നു തുടങ്ങുമ്പോൾ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ ഇത് വെന്ത് വരട്ടെ. അപ്പോൾ അതേപോലെ തന്നെ നമുക്ക് അപ്പുറത്തെ അടുപ്പിലെ പാത്രത്തിലേക്ക് ഇറക്കി വെക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇതേപോലെ ഒരു കേക്ക് ടിന്നിൽ 4 കപ്പ് ഇറക്കി വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമുക്ക് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ രണ്ടും ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ കേക്കിന്റെ നല്ല സ്മെല്ല് വന്നു തുടങ്ങുമ്പോൾ നിങ്ങൾ നോക്കാം. അപ്പോൾ നമ്മൾ എടുത്തിരിക്കുന്ന കപ്പ് ചെറുതായതുകൊണ്ട് ചിലപ്പോൾ അധികം സമയം എടുക്കില്ല, ചിലപ്പോൾ ഒരു 15 മിനിറ്റ് കൊണ്ട് തന്നെ റെഡിയായി കിട്ടും. അപ്പോൾ നല്ല സ്മെല്ല് വന്ന് കഴിയുമ്പോൾ ഒന്ന് തുറന്നു നോക്കിയിട്ട് ഒരു ടൂത്ത് പിക്ക് വെച്ചിട്ടൊന്ന് ചെക്ക് ചെയ്യാം കേട്ടോ. അപ്പോൾ ബാക്കിയുള്ള മാവ് നല്ല എയർ ടൈറ്റ് ആയിട്ടുള്ള ഒരു കണ്ടെയ്നറിൽ അടച്ച് സൂക്ഷിക്കാം. എന്നിട്ട് ഇത് ബേക്ക് ചെയ്തതിന് ശേഷം അതും ബേക്ക് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ കേക്കിന്റെ നല്ല സ്മെല്ല് വന്ന് തുടങ്ങിയപ്പോൾ ഞാനത് അങ്ങ് ഓപ്പൺ ചെയ്ത് നോക്കി. അപ്പോൾ ഇതാ കറക്റ്റായിട്ട് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒരു 18 മിനിറ്റ് കൊണ്ട് എനിക്ക് കറക്റ്റായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ടൂത്ത് പിക്കൊക്കെ നല്ല ക്ലിയർ ആയി വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് പുറത്തേക്ക് മാറ്റാം. എന്നിട്ട് ബാക്കിയുള്ളതും കൂടി ബാറ്റർ വെച്ചിട്ട് കേക്ക് ഉണ്ടാക്കാം. അപ്പോൾ ഞാൻ എല്ലാ ബാറ്ററും വെച്ചിട്ട് നമ്മൾ കപ്പ് കേക്ക് ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. വളരെ ടേസ്റ്റിയും വളരെ മോയ്സ്റ്റ് ആയിട്ടുള്ള ഒരു കപ്പ് കേക്കാണ്. വളരെ സോഫ്റ്റും ആണ് കേട്ടോ. കണ്ടില്ലേ, നല്ല പഞ്ഞി പോലെ ഇരിക്കുന്നതാണ്. മുകളിൽ ഒട്ടിപ്പിടിച്ചിട്ടൊന്നുമില്ല, നമ്മൾ കയ്യിലൊന്നും ഒട്ടിപ്പിടിക്കാത്ത രീതിയിൽ തന്നെയാണ് കിട്ടിയിരിക്കുന്നത്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള കപ്പ് കേക്കാണ്. കണ്ടില്ലേ, ഇതേപോലെ കപ്പ് കേക്ക് ക്രാക്ക് വരാതിരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ബാറ്റർ നമ്മുടെ ഈ കപ്പിലേക്ക് ഒഴിക്കുമ്പോൾ ഒരുപാട് കൂടുതൽ ഒഴിക്കരുത്, പകുതി ഭാഗത്തോളം ഒഴിച്ചാൽ മതി. അപ്പോൾ ഞാൻ കുറച്ച് കൂടുതൽ ഒഴിച്ചു പോയി, അതുകൊണ്ടാണ് അതിന്റെ മുകളിൽ ക്രാക്ക് വന്നത്. അപ്പോൾ ബാക്കിയുള്ളതൊന്നും വന്നിട്ടില്ല. അപ്പോൾ എനിക്ക് പറ്റിയ അബദ്ധം നിങ്ങൾക്ക് പറ്റാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നിങ്ങളോട് ഞാനിത് പറഞ്ഞു തന്നത്. അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള വളരെ മോയ്സ്റ്റ് ആയിട്ടുള്ള നല്ല അടിപൊളി കപ്പ് കേക്കിന്റെ റെസിപ്പിയാണ്. ഒട്ടും കയ്പ്പ് രസം ഒന്നും ഇല്ല കേട്ടോ. കണ്ടില്ലേ, കയ്യിലൊന്നും ഒട്ടിപ്പിടിച്ചിട്ടില്ല. കണ്ടില്ലേ, ഒട്ടും ഇല്ല, ഒട്ടിപ്പിടിക്കാതെ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് കപ്പ് കേക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി അഥവാ നിങ്ങളുടെ അടുത്ത് ഇതേപോലെ കപ്പ് ഇല്ലെങ്കിൽ നമുക്ക് ഞാനിപ്പോൾ ഇവിടെ വെച്ചിട്ടില്ലേ ചെറിയ സ്റ്റീലിന്റെ പാത്രം, ആ ഒരു സ്റ്റീലിന്റെ പാത്രത്തിലും നിങ്ങൾക്ക് റെഡിയാക്കി എടുക്കാം. ഇതേപോലത്തെ സ്റ്റീലിന്റെ പാത്രം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് റെഡിയാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. ഈ ഒരു ബാറ്റർ വെച്ചിട്ട് തന്നെ നമ്മൾ ഇപ്പൊ ബേക്ക് ചെയ്ത പോലെ തന്നെ ഈ ഒരു പാത്രം ഇറക്കി വെച്ചിട്ട് നമ്മുടെ കേക്കിന്റെ മോൾഡിലേക്ക് ഇറക്കി വെച്ചിട്ട് ബേക്ക് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ സ്റ്റീൽ പാത്രത്തിൽ കുറച്ച് നെയ്യോ അല്ലെങ്കിൽ വെണ്ണ എന്തെന്ന് വെച്ചാൽ തടവിയിട്ട് നമ്മുടെ ബാറ്റർ ഒഴിച്ചിട്ട് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ഇങ്ങനെ ബേക്ക് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഓരോ പ്രാവശ്യം നമ്മൾ ബേക്ക് ചെയ്തെടുക്കുമ്പോഴും നമ്മുടെ പാത്രത്തിന്റെ ചൂട് നോക്കിയിട്ട് വേണം. ചിലപ്പോൾ ബേക്കിംഗ് ടൈം വ്യത്യാസം വന്ന് ഇരിക്കും. അപ്പോൾ ഇത് നോക്കുക, ഇതല്ലെങ്കിൽ കപ്പ് കേക്ക് കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട് കേട്ടോ. വളരെ സോഫ്റ്റ് ആണ്, വളരെ കണ്ടില്ലേ നല്ല പഞ്ഞി പോലെ ഇരിക്കുന്നതാണ്. അതേപോലെ നല്ല ടേസ്റ്റി ആയിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ ഇനി എന്തെങ്കിലും പാർട്ടിയൊക്കെ വരാണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാം. വളരെ സോഫ്റ്റ് ആയിട്ടുള്ള വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു കപ്പ് കേക്കിന്റെ റെസിപ്പിയാണ്. അതേപോലെ തന്നെ നമ്മൾ ബാറ്റർ ഒഴിക്കുമ്പോൾ മോൾഡിന്റെ വലുപ്പം ഏകദേശം എല്ലാവരും ഒരേപോലെ ഉള്ളത് എടുക്കാം കേട്ടോ. അതല്ലെങ്കിൽ ചിലപ്പോൾ വേവിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വ്യത്യാസം വന്നേക്കാം. അപ്പോൾ അത് നിങ്ങൾ നോക്കിയിട്ടെങ്കിൽ ചെറിയ കപ്പും ഞാൻ ആദ്യം വെച്ചിരുന്നല്ലോ, കപ്പും വലിയ കപ്പാണ് വെക്കുന്നതെങ്കിൽ ഒന്ന് നോക്കാം. വെന്തിട്ടില്ലെങ്കിൽ കുറച്ച് നേരം കൂടി മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കാം കേട്ടോ. അത് ശ്രദ്ധിച്ചാൽ മതിയാകും. അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം എല്ലാവരും.
ഇനി നിങ്ങളുടെ അടുത്ത് വിപ്പിംഗ് ക്രീം ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് ഇത് ഫ്രോസ്റ്റിംഗ് ചെയ്തെടുക്കുകയും ചെയ്യാം. അപ്പോഴും നല്ല ടേസ്റ്റാണ് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് നിർബന്ധമൊന്നുമില്ല, ഉണ്ടെങ്കിൽ ഇത് വെച്ചിട്ടൊന്ന് ഫ്രോസ്റ്റിംഗ് ചെയ്തെടുക്കാം. അപ്പോൾ കാണാനും ഭംഗിയായിരിക്കും, കഴിക്കാനും നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇപ്പോൾ ഇതില്ലാന്ന് വെച്ച് ടെൻഷൻ അടിക്കേണ്ട, പ്ലെയിൻ ആയിട്ട് കഴിക്കാനായാലും നല്ല ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ നമുക്ക് പറ്റാവുന്ന രീതിയിൽ ഇത് ഡിസൈൻ ചെയ്തെടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഫ്രോസ്റ്റിംഗ്. ഞാൻ കുറച്ച് ഇതിൽ ക്രീമൊക്കെ ഡെക്കറേറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട് നമ്മുടെ കപ്പ് കേക്കുമ്മേ. അപ്പോൾ പ്ലെയിൻ ആയിട്ട് കഴിക്കാനായാലും നല്ല ടേസ്റ്റ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ അടുത്ത് ഇതേപോലത്തെ ഷുഗർ ബോൾസ് ഒക്കെ നമുക്ക് മാർക്കറ്റിൽ വാങ്ങാൻ കിട്ടും, അതും വെച്ചിട്ട് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, അതേപോലെ ഫ്രണ്ട്സും റിലേറ്റീവ്സും ഒക്കെ ആയിട്ട് വീഡിയോ ഷെയർ ചെയ്യുക. ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. താങ്ക്